അത് കേരളത്തിൽ വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്തരം സംഗതികളൊക്കെ മാറി. ഇപ്പോൾ ക്യാമ്പുകളൊക്കെ ആണെങ്കിലും ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റുകൾ പോലെ ഇങ്ങനെ ക്യാമ്പുകൾ ഇങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക. ജീവിതം അറിയാനും ജീവിതം പോയി തൊട്ട് നോക്കാനും എക്സ്പ്ലോർ ചെയ്യാനും പഠിക്കാനും മനസ്സിലാക്കാനും നേരിനെ ചെന്ന് തൊടാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ടാകും. സമയമായിട്ടത് ഉണ്ടാവണം. കുട്ടികൾ വെക്കേഷനാണ്, അവർ എൻഗേജ്ഡ് ആകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ പുതിയ സമയത്ത് കുട്ടികൾ എൻഗേജ്ഡ് ആകുന്നത് അവരുടേതായിട്ടുള്ള ഫോണിലും അവരുടെ ലോകത്തിലേക്ക് മാത്രമാണ് ഉണ്ടാകുന്നത്. കുട്ടികളുടെ ലോകം എന്ന് പറയുന്നത് വളരെ ചെറുതാവുകയും ഡിജിറ്റൽ വേൾഡിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങുകയും ചെയ്യുന്നതാണ്. ജീവിതത്തിനെ തൊട്ടറിയാനും അതിനെ ആസ്വദിക്കുവാനും അനുഭവിക്കാനും ഒക്കെയുള്ള ഒരു അവസരങ്ങളാക്കിയിട്ട് ഇതിനെ ഡിസൈൻ ചെയ്യുവാൻ രക്ഷിതാക്കൾക്കും കൂടി ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്കൂളിൻ്റെ ഒരു 10 മാസത്തെ പഠനം കഴിഞ്ഞ് വെക്കേഷനൊക്കെ ആരംഭിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ശരിക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കൊതിയോടുകൂടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനമാണ് വെക്കേഷൻ ആവുക എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ കാലാവസ്ഥ ഭയങ്കര ചൂടാണ്, അവർക്ക് ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ കുറവാണ്. എന്നാലും ഈ സമയത്ത് ചില ആലോചനകൾ രക്ഷിതാക്കളും സമൂഹമൊക്കെ നടത്തേണ്ടതുണ്ട് എന്ന് പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ തോന്നുകയാണ്. കാരണം കുട്ടികൾ വെക്കേഷനാണ്, അവർ എൻഗേജ്ഡ് ആകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ പുതിയ സമയത്ത് കുട്ടികൾ എൻഗേജ്ഡ് ആകുന്നത് അവരുടേതായിട്ടുള്ള ഫോണിലും അവരുടെ ലോകത്തിലേക്ക് മാത്രമാണ് ഉണ്ടാകുന്നത്. ഒരു 10 മാസം നീണ്ട അക്കാഡമിക് എക്സാംസ്, ടെക്സ്റ്റ് പേപ്പർ, നോട്ട്ബുക്ക്, അപ്പോൾ അതിനകത്തു നിന്നൊക്കെ ഒരു ലോഡ് ഒഴിവായി എന്നുള്ളൊരു ഫ്രീ കിട്ടുന്നുണ്ടെങ്കിലും അവിടെ അവർക്ക് വേണ്ടതായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ മിസ്സായി പോകുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിയെ അടുത്ത വർഷത്തേക്ക് പ്രിപ്പറേഷൻ നടത്താൻ കഴിഞ്ഞ 10 മാസക്കാലം ശ്രദ്ധിക്കാതെ പോയ കുറേ സംഗതികളുണ്ടായിരുന്നു. അവൻ്റെ വൈകാരികമായ ഒരു പക്വത, അവൻ്റെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യേണ്ടതിലുണ്ടായിരുന്ന സംഗതി, എങ്ങനെ അവന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ കഴിഞ്ഞ 10 മാസക്കാലം പല തീരുമാനങ്ങൾ എടുത്തതിൽ പരാജയപ്പെട്ടു പോയതുണ്ടാവും. പഠിക്കാതിരുന്നത്, വാശി കാണിച്ചത്, രക്ഷിതാവിനോട് തട്ടിക്കയറി പെരുമാറിയത്, കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വരണം എന്നുള്ളൊരു പ്രിപ്പറേഷൻ ആയിട്ടല്ലേ ശരിക്കും വെക്കേഷൻ നമ്മൾ കാണേണ്ടതും ഡിസൈൻ ചെയ്യേണ്ടതും എന്നുള്ളൊരു സംഗതിയാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾക്ക് വെക്കേഷൻ ഉപയോഗപ്പെടുത്താൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു വെക്കേഷനിൽ സംഭവിക്കേണ്ടതല്ല, ലൈഫ് ലോങ് ലേണിംഗ് ആണ്. ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ട ലേണിംഗ് പ്രോസസ്സാണ്. അമ്മാർ പറഞ്ഞ പോലെ മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് ഈ വൈകാരികമായ പക്വതയാണ്. പക്ഷേ ഇത് സ്കൂളിൽ പോയത് കൊണ്ട് ഉണ്ടാകുന്നതല്ല. അപ്പോൾ ഈ സമയത്ത്, ഈ വെക്കേഷൻ സമയത്തിൻ്റെ ഒരു പ്രത്യേകത മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ ഫ്രീ ആണ്. ഇപ്പോൾ നമ്മൾ കുട്ടികളെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ, ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ജീവിതത്തിൽ ഗുണകരമാകുന്ന സിദ്ധികളും മനോഭാവങ്ങളൊക്കെ രൂപപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ കുട്ടികൾക്ക് ഇതൊന്നും എടുക്കാനുള്ള സമയമല്ല. അവർ പരീക്ഷയുടെ പിന്നാലെയുള്ള ഓട്ടത്തിലാണ്, പഠനഭാരം അത്രയും കൂടുതലാണ്. ഇതിനിടയ്ക്ക് എവിടെ സമയം, നന്നായി ഉറങ്ങാൻ പോലും സമയമില്ലാത്ത അവസ്ഥയാണ്. വെക്കേഷൻ സമയത്ത് കിട്ടുന്ന ഒരു ഗുണം അതിൽ നിന്നൊക്കെ ഫ്രീ ആണ്. കുട്ടികൾ കുറച്ച് സമയമുണ്ട്, വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്ന ഒരു 6 മാസമൊക്കെ സ്കൂള് പാടുള്ളൂ. ബാക്കി 6 മാസം കുട്ടികൾക്ക് ജീവിതം അറിയാനും ജീവിതം പോയി തൊട്ട് നോക്കാനും എക്സ്പ്ലോർ ചെയ്യാനും പഠിക്കാനും മനസ്സിലാക്കാനും നേരിനെ ചെന്ന് തൊടാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ടാവും, സമയമായിട്ടത് ഉണ്ടാവണം. പക്ഷേ കുട്ടികൾ എന്താ ചെയ്യുന്നത്? വീട്ടിലാണ് കുട്ടികളുള്ളത്. കുട്ടികളുടെ ലോകം എന്ന് പറയുന്നത് വളരെ ചെറുതാവുകയും ഡിജിറ്റൽ വേൾഡിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങുകയും ചെയ്യുന്നതാണ്. ശരിക്ക് ഒരു ബെഡും ഒരു കസേരയോ അല്ലെങ്കിൽ ഒരു സോഫയിലേക്കാണ് അവർ ഈ 2 മാസക്കാലം ശരിക്കും അവർ ചിലവഴിക്കുക. അപ്പോൾ ചൂടും കൂടെ അങ്ങോട്ട് കൂടിയപ്പോൾ കുട്ടികൾക്ക് പകല് യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല, ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അവരിങ്ങനെ ഇരുന്ന് അവരുടെ സമയത്തിന് ഇങ്ങനെ ചിലവഴിക്കണം. അതിൽ സുഹേൽക്ക പറഞ്ഞ കണക്ക് ജീവിതത്തിനെ തൊട്ടറിയാനും അതിനെ ആസ്വദിക്കുവാനും അനുഭവിക്കാനും ഒക്കെയുള്ള ഒരു അവസരങ്ങളാക്കിയിട്ട് ഇതിനെ ഡിസൈൻ ചെയ്യുവാൻ രക്ഷിതാക്കൾക്കും കൂടി ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ രക്ഷിതാക്കൾ പൊതുവേ അവർ പറയാറുള്ളൊരു പരാതി, ഞങ്ങൾ എന്താ ചെയ്യുക, വെക്കേഷനിൽ നിങ്ങൾ ക്ലാസ് വെക്ക്, വെക്കേഷനിൽ നിങ്ങൾ അവിടെയും ക്ലാസ്, ട്യൂഷൻ, അക്കാഡമിക്സ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിലേക്കാണ് അവിടെ കുട്ടികളെ കൊണ്ടുപോകുന്നത്. നേരെ മറിച്ച് മറ്റൊന്നും ആർക്കും അറിയില്ല, വേറൊരു മോഡൽ ആരും കണ്ടിട്ടില്ല, പിന്നെ അത് അവൈലബിളും അല്ല. അത്തരം മോഡലുകളിലേക്ക്
എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കേരളീയ സമൂഹം തന്നെ പൊതുസമൂഹം ഇത്തരം സംഗതികളെ പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു സമയം. പണ്ട് ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ക്ലബ്ബുകൾ, നാട്ടിൽ ക്ലബ്ബ് ഉണ്ടാവും. ഈ ക്ലബിൻ്റെ കീഴിൽ കുറേ ആക്ടിവിറ്റീസുകൾ ഉണ്ടാകും. വെക്കേഷനിൽ കുറേ ഇപ്പോൾ പണ്ട് ഉണ്ടായിരുന്നൊരു പേര് വേനൽ കൂടാരം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടാകും. അതിലിങ്ങനെ കുറേ കളികളും തമാശകളും ചിരികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അനുഭവിച്ചും ആസ്വദിച്ചും ഒക്കെ അറിയാനുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. ഇന്ന് അത് കേരളത്തിൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്തരം സംഗതികളൊക്കെ മാറി. ഇപ്പോൾ ക്യാമ്പുകളൊക്കെ ആണെങ്കിലും ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റുകൾ പോലെ ഇങ്ങനെ ക്യാമ്പുകൾ ഇങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടി അവിടെ കുറച്ച് സെഷൻസ് എടുക്കുന്നു. അതിനുമപ്പുറം കുട്ടികൾക്ക് ഈ ജീവിതത്തിനെ തൊട്ടറിയാനും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും എങ്ങനെ കഴിയുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴും കുട്ടികൾക്ക് വേണ്ടിയുള്ള എന്ത് പരിപാടിയും ഒരു ക്ലാസ് തന്നെയായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പറഞ്ഞ പോലെ ക്യാമ്പ് എന്ന് പറഞ്ഞ് ആ ക്യാമ്പ് ഓർഗനൈസ് ചെയ്യുന്ന പ്രോസസ്സിലാണ് യഥാർത്ഥത്തിലുള്ള ലേണിംഗ് ഇരിക്കുന്നത്. പക്ഷെ ആ ലേണിംഗ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ചെയ്യുകയും കുട്ടികൾ വീണ്ടും മറ്റൊരു ക്ലാസ് പോയി ഇരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടത് ക്ലാസ് റൂമാണ്. ക്ലാസ് റൂമിന് പുറത്തേക്കാണ് കുട്ടികളെ കൊണ്ടുപോകേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ലേണിംഗ് സംഭവിക്കുന്നത് ക്ലാസ് റൂമിൻ്റെ 4 ചുവരുകൾക്കപ്പുറത്താണ്. എങ്ങനെ ഒരു മനുഷ്യനിലൊരു ലേണിംഗ് സംഭവിക്കുക എന്നുള്ളതും നമ്മളൊന്ന് ക്ലാരിറ്റി വരുത്തേണ്ടതെന്ന് തോന്നുന്നു. ഈ ലേണിങ്ങിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കുറേ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക്, പരീക്ഷ, വായിക്കുക, പഠിക്കുക. ഇതിനും അപ്പുറം ലേണിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഒക്കെ വളരെ കുറവാണ്. അതിനപ്പുറം ലേൺ ചെയ്യാൻ ശ്രമിക്കുന്ന കുട്ടികളെ എൻകറേജ് പോലും ചെയ്യാതിരിക്കുന്നുണ്ട്. പിന്നെ ലേണിങ് അക്കാഡമിക്ക് മാത്രമല്ലല്ലോ, അല്ലാതെ കിട്ടേണ്ട കുറേ സംഗതികളൊക്കെ അവന് ലേണിംഗ് പ്രോസസ്സ് എങ്ങനെ നടക്കുന്നതെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക്. നമ്മൾ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മനുഷ്യൻ ലേൺ ചെയ്യുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ്റെ പുരോഗതി മുഴുവനും ഉണ്ടായിട്ടുള്ളത് മനുഷ്യൻ്റെ ഈ ലേൺ ചെയ്യാനുള്ള കഴിവുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യനേക്കാൾ അതിവൈദഗ്ധ്യത്തോടു കൂടിയിട്ട് ജനിക്കുന്ന ഒരുപാട് ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. മനുഷ്യനെ ആലോചിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മാസ്മരികമായിട്ടുള്ള സൃഷ്ടിവൈഭവമുള്ള ജീവിജാലങ്ങളുണ്ട്. പക്ഷെ നമ്മളൊരു 1000 വർഷങ്ങൾക്ക് മുമ്പ് ആ ജീവികൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്ന് അന്വേഷിച്ചാൽ ഇന്നുള്ളത് പോലെ തന്നെയായിരുന്നു. മനുഷ്യൻ 1000 വർഷം മുമ്പത്തെ മനുഷ്യൻ്റെ ചരിത്രം ഇന്ന് നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ കൗതുകമാണ്. അത് ഈ കാലം കൊണ്ട് നമ്മൾ താണ്ടിയ ദൂരത്തെ, നമ്മളുണ്ടാക്കിയ മാറ്റത്തെ, മനുഷ്യനെന്ന ജീവി സൃഷ്ടിച്ച അത്ഭുതങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ആ അത്ഭുതങ്ങൾ മുഴുവനും മനുഷ്യൻ്റെ ലേണിങ്ങിലൂടെ സംഭവിച്ചതാണ്. ഇത്രയും വലിയ മാറ്റം കഴിഞ്ഞൊരു 100 വർഷമോ 200 വർഷമോ 500 വർഷമോ കാലം കൊണ്ട് നമ്മൾ ലോകത്തുണ്ടായ മാറ്റം നോക്കിക്കഴിഞ്ഞാൽ ഇത് മനുഷ്യൻ എങ്ങനെ സൃഷ്ടിച്ചു? അത് പുസ്തകം തുറന്നിരുന്ന് അതിലെഴുതിയിരിക്കുന്ന അക്ഷരക്കൂട്ടങ്ങൾ മനഃപ്പാഠമാക്കി അതിനെ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ ചൊല്ലിക്കൊടുത്തതുകൊണ്ട് മനുഷ്യന് ഉണ്ടാക്കിയെടുത്തതാണോ ഈ മാറ്റങ്ങളൊക്കെ? ഒരിക്കലുമല്ലല്ലോ. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ ചിന്താശേഷിയാണ്. അൺകൺവെൻഷനലി ചിന്തിക്കാനുള്ള ശേഷിയാണ്. നമ്മളെ ബൗണ്ടറിക്കപ്പുറത്തേക്ക്, നമ്മൾ ഇരിക്കുന്ന ബോക്സിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവാണ്. ആരോ ചിന്തിച്ച് വെച്ച കാര്യങ്ങൾ വായിക്കുകയും അത് മനഃപ്പാഠമാക്കുകയും അത് അതേപടി ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ കുട്ടികളെ വിഡ്ഢികളാവാൻ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവരാവണം മക്കൾ. അവർ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്ത കാര്യങ്ങളെ പ്രായോഗികമായി പരീക്ഷിച്ച് നോക്കുന്നവരാവണം. അവരുടേതായ ഭാവന ലോകമുള്ളവരാണ്. മനുഷ്യൻ്റെ ഈ ഡെവലപ്മെൻറ്റിൻ്റെ ഒക്കെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭാവനാശേഷിയാണ്. നമ്മൾ ഇപ്പം സ്കൂളിലൊക്കെ ഇമാജിനേഷൻ, ഭാവന എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴാണ് ഇമാജിനേഷൻ ഉണ്ടാവേണ്ടത്? എന്നാലോചിച്ച് നോക്കും. മാത്തമാറ്റിക്സും ഇമാജിനേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല എന്നാണ് നമ്മൾ പറയാം. ഭാവന സാഹിത്യം പഠിക്കുന്നവർ, അല്ലേ, ആർട്ട് പഠിക്കുന്നവർ, അവിടെയാണ് ഭാവന വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ ഞാൻ പറയുക, സയൻസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭാവനയുടെ പ്രൊഡക്റ്റാണ്. മനുഷ്യന് ഭാവനയിൽ കാണാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന മൈക്ക് ഉണ്ടായത്. ഈ ശബ്ദത്തെ ആംപ്ലിഫൈ ചെയ്യുന്നതിനെ പറ്റി ആരോ ഭാവനയിൽ കണ്ടതിൻ്റെ പ്രൊഡക്റ്റാണ് മൈക്ക്.
പക്ഷികളെപ്പോലെ ആകാശത്തിലൂടെ മനുഷ്യന് പറക്കാൻ സാധിക്കുമോ എന്ന ഏറ്റവും വിയേഡായ ഓക്വേർഡായ ഒരാലോചന ഏതോ മനുഷ്യജീവിയിൽ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് വിമാനം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായത്. ആരൊക്കെയോ കണ്ട സ്വപ്നങ്ങളാണ്, ഭാവനകളാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ശാസ്ത്രം, സാങ്കേതിക വിദ്യ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഭാവന ഉണ്ടാവേണ്ടേ? സ്കൂളിൽ കുട്ടികൾക്ക് കാര്യങ്ങളെ ഇമാജിൻ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവേണ്ടേ? ജീവിതത്തിൽ ഉണ്ടാവേണ്ടേ? നമ്മുടെ മക്കൾക്ക് നല്ല ഇമാജിനേഷൻ ഉള്ളവരാണ്, നല്ല ഭാവനയുള്ളവരാണ്. ആ ഭാവനയെ വളർത്താനുള്ള സ്പേസ് ഉണ്ടാവേണ്ട. ഒരു ദിവസം ഞാൻ ഇങ്ങനെ എൻ്റെ വീടിനടുത്ത് അങ്ങനെ അങ്ങാടിയിലേക്ക് നടന്നു പോകുമ്പോൾ 2 കുട്ടികൾ അവർ സൈക്കിൾ ഓടിച്ച് ഇങ്ങനെ വരികയാണ്. വന്നിട്ട് റോഡ് സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. 2 പേരും കൂടെ സൈക്കിൾ നിർത്തിയിട്ട് ഒരു റോഡ് സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഞാനിങ്ങനെ അതിലൂടെ നടന്നു പോവാം. അപ്പോൾ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനെങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരവരുടെ സംസാരം സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എനിക്കിത് കേൾക്കണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ മെല്ലെ എൻ്റെ ഫോൺ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഭാവത്തിൽ ഫോണിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ പോയിട്ട് ഇവർ പറയുന്നത് ഓവർ ഹിയർ ചെയ്യാണ്. അപ്പോൾ ഇവർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് ഉറുമ്പുകളെയാണ്. ഉറുമ്പുകളെങ്ങനെ നിരീക്ഷിച്ചിട്ട് ഒരുത്തൻ മറ്റവന് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഉണ്ടല്ലോ, ഇവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, രാജാവാണ്. ആ രാജാവിന് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും ഇറങ്ങിയിട്ടുള്ളത്. ഇവരൊക്കെ പടയാളികളാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളത് അവിടെ നിൽക്കട്ടെ. ഒരു ഉറുമ്പിൻ കൂട്ടത്തെ കണ്ടപ്പോൾ ഒരു കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടായ ഭാവന നോക്കും, ചിന്തകളാണ്. ആ കുട്ടി ഇത് മുതിർന്ന ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ്റെ ടീച്ചറോട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളതിനെ സമീപിക്കുക? അവനെ നമ്മൾ കളിയാക്കും, തമാശയാക്കും, അതോടുകൂടി ചിരിക്കും. അതോടുകൂടി ഭാവനയിൽ കാര്യങ്ങളെ കാണാനുള്ള ഒരു കുട്ടിയുടെ നൈസർഗികമായ ശേഷിയാണ് നമ്മൾ അടിച്ചിരുത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ക്രിയേറ്റീവായ മനുഷ്യന്മാരുണ്ടാവുക? അതെ, കുട്ടികളുടെ അത്തരം ചിന്താഗതികളെ കേട്ടിരുന്നാൽ തന്നെ അവർക്ക് ഭയങ്കര സംഗതിയാണ്. നമ്മൾ ഈ ചിരിക്ക് ഭയങ്കരമായ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ നമ്മൾ ചിരിയെ നമ്മളുടെ ഒരു പോസിറ്റീവ് സെൻസിലായിരിക്കും, പക്ഷേ പറയുന്ന ആൾ കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ സംഗതിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ചിന്തിച്ചിട്ട് അവരുടെ എല്ലാ സംഗതികളും സ്റ്റോപ്പാക്കി കളയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇങ്ങനെ അവർക്ക് ജീവിതത്തിൽ ആവശ്യകരമായിട്ടുള്ള ഒരുപാട് ക്വാളിറ്റീസ് മിസ്സായി പോകുന്നതെന്ന് നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട്. അത് കുറേ സാമൂഹികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് പറഞ്ഞാലും ഒരു പരിധിവരെ ഇതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി രക്ഷിതാക്കൾക്കും സ്കൂളുകൾക്കും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പരിധിവരെ ഇതിനെ കറക്റ്റ് ചെയ്യാനും കഴിയുന്നതാണിത്. കറക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സംഗതികളല്ലത്. കാരണം എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മനുഷ്യന് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു വെപ്പണായിട്ടാണല്ലോ നമ്മളതിനെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കാണുന്നത്. പക്ഷെ അവിടെ എവിടെയൊക്കെ മിസ്സിങ്ങുകൾ വരുന്നു, സിലബസിലും കരിക്കുലത്തിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നവീകരണങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെയും എവിടെയൊക്കെ എന്തൊക്കെയോ ചില കുറവുകളുണ്ട്. എല്ലാത്തിനും പിന്നെ എക്സാമുകൾ വരുന്നു. എക്സാമുകൾ വരുമ്പോൾ തന്നെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും എക്സാം പാസ്സായാൽ മതി. അവിടെ പിന്നെ ഇൻഫർമേഷൻ എനിക്ക് വേണമെന്നോ എനിക്ക് ഗ്രോത്ത് ഉണ്ടാവണമെന്നൊന്നും പൊതുവേ കുട്ടികളെ ശ്രദ്ധിക്കാറില്ല. ഇതൊന്നും ഇല്ലാത്തൊരു 2 മാസക്കാലമാണ്. ഈ 2 മാസക്കാലവും രക്ഷിതാക്കൾ ഫസ്റ്റ് ഡേ ഇറ്റ് സെൽഫ് കുട്ടികളെ കൊണ്ടുപോയി ട്യൂഷന് ചേർത്തിട്ടുണ്ടാവും. അവന് വീണ്ടും ട്യൂഷനിൽ ഒരേ ആഴ്ച കഴിയുമ്പോൾ എക്സാം, ടെസ്റ്റ് പേപ്പർ എന്നുള്ളതിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ഈ കുട്ടികൾക്ക് സംവിധാനങ്ങൾ ഒരുക്കാൻ സ്കൂളുകൾ ഇനിഷ്യേറ്റീവ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ശരിക്കും ഈ 2 മാസക്കാലം സ്കൂളുകൾ പിന്നെ ഓപ്പൺഡ് ആയിരിക്കണം. കുട്ടികൾക്ക് വന്നിരുന്ന് അവർക്ക് പടം വരയ്ക്കാനും അവർക്കൊരു ഡ്രാമ ചെയ്യാനും അല്ലെങ്കിൽ ഒരു റീല് ചെയ്യാനും. അപ്പോൾ പിന്നെ ഷോർട്ട് ഫിലിമുകളൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഷോർട്ട് ഫിലിമുകൾ കമ്പൽസറി ആയിട്ട് അറ്റൻഡൻസ് ഉണ്ടാവരുത്. ആർക്കും വരാം, എപ്പോഴും പോവാം, വന്നിരുന്ന് എന്ത് ക്രിയേറ്റീവായ കാര്യങ്ങളും ചെയ്യാം. സ്കൂളിൽ അതിനൊക്കെ പറ്റുന്ന റിസോഴ്സ് ഉണ്ടാവണം. അതിനെ ഒന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് 1-2 പേര് അവിടെ ഉണ്ടാവണം. അവരുടെ പ്രസൻസ് മാത്രം മതി. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഒരു തമിഴ് മൂവിയുണ്ട്, രാക്ഷസി എന്ന് പറയുന്ന ഒരു മൂവിയാണ്. എൻ്റെ പേര് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു അത് വേറെന്തോ മൂവി എന്നുള്ളത്. പക്ഷെ അതൊരു ടീച്ചർ, ഒരു പ്രിൻസിപ്പളിൻ്റെ മൂവിയാണ്. അപ്പോൾ അവർ ആ സ്കൂളിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതിൽ ഒരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ സ്കൂളാണ്. പക്ഷേ സൺഡേയിൽ ലേണിങ്ങും ഒന്നുമില്ല. വരിക, ഡാൻസ് ചെയ്യുക, ഡ്രാമ ചെയ്യുക, അല്ലെങ്കിൽ സ്കൂൾ ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള സംഗതികളാണ്. ആർക്കും വരാം. ആദ്യം അതിനകത്ത് 2-3 കുട്ടികളൊക്കെ വരുന്നുള്ളൂ. പിന്നെ അതിങ്ങനെ കുട്ടികളിങ്ങനെ എണ്ണം കൂടി എല്ലാവരും വരുന്നു. പിന്നെ മറ്റ് ഡേയ്സിനേക്കാളും സൺഡേ വളരെ ആക്റ്റീവായിട്ട് കുട്ടികൾ ചെയ്യുന്നു. പിന്നെ വളരെ പഴയതായി കിടക്കുന്ന സ്കൂളിനെ കുട്ടികൾ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മൂവിയാണ്.
ഇങ്ങനെ വെക്കേഷൻ സമയത്ത് കുട്ടികൾക്ക് വന്നിരുന്ന് പരസ്പരം മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനും ഇടപഴകാനും ഇപ്പോൾ നമ്മൾ പൊതുവേ കുട്ടികളിൽ കാണുന്നത് ഒരു 2 പേരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ ഇന്ന് നമ്മളെ കുട്ടികൾക്ക് പിന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നേരെ മറിച്ച് അവൻ്റെ സ്പേസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ പോലെ സംസാരിക്കാൻ കഴിവുള്ളൊരു കുട്ടി വേറെ ഇല്ലെന്നാണ്. അവൻ ഭയങ്കര ടോക്കേറ്റീവാണ്, നല്ല നല്ല ലാംഗ്വേജ് ഉപയോഗിച്ച് സംസാരിക്കുന്നു. പക്ഷെ നമ്മളെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നാൽ, ഒരു ഫാമിലി വന്നാൽ ഒരു പെട്ടെന്ന് മാറിപ്പോയി നിന്നിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവർ ആ സൊസൈറ്റിയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകളുടെ ഡോറുകൾ ഈ വെക്കേഷൻ സമയത്ത് ഓപ്പൺ ആക്കി ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഞാനൊരു അധ്യാപകനാണ്. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 2 മാസക്കാലമാണ് അവരുടെ ഒരു ലൈഫിൻ്റെ ഒരു സമയം എന്നൊക്കെ നമ്മൾ കരുതുന്നത്. പക്ഷേ എന്നാലും സ്കൂളിൽ സംവിധാനം കാണണം. സ്കൂളുകൾക്കകത്ത് അത്തരം കുറേ റിസോഴ്സ് ഉണ്ടാവണം. കുറേ ക്രയോൺസും കുറേ പടങ്ങൾ വരയ്ക്കാനും കൃഷി ചെയ്യാനും അവർക്ക് ക്ലബ്ബുകൾ രൂപീകരിക്കാനും ആക്ടിവിറ്റീസുകൾ നടത്താനും അതിൻ്റെ ഒരു ആൽബമൊക്കെ ക്രിയേറ്റ് ചെയ്ത് പിന്നെ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് അതൊരു വലിയൊരു സെലിബ്രേഷനാക്കി പാരൻസും ടീച്ചേഴ്സും സൊസൈറ്റിയൊക്കെ കൂടി ചെയ്യും. ഓരോ പഞ്ചായത്തുകളൊക്കെ ഇങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്താൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു.